കരൂരിലെ ദുരന്തം അത് വിജയ്ക്കുണ്ടാക്കിയ ആഘാതം എത്ര വലുതാണ് എന്ന് നമുക്കറിയാം. 41 പേരുടെ മരണത്തിന് ഇടയാക്കിയ TVKയുടെ റാലി, അതിനുശേഷം വിജയ് നേരിട്ട ആരോപണങ്ങൾ വളരെ വലുതാണ്. വലിയ വീഴ്ച ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നതിൽ വിജയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കോടതിയുടെ ഭാഗത്തു നിന്ന് പോലും അതിരൂക്ഷമായ വിമർശനങ്ങളാണ് വിജയ് എന്ന നടന് നേരിടേണ്ടി വന്നത്. തൻ്റെ രാഷ്ട്രീയ മോഹങ്ങളെല്ലാം വിജയ്ക്ക് അവസാനിപ്പിക്കേണ്ടി വരും എന്ന് തോന്നിപ്പിച്ച ദിവസങ്ങളാണ് കടന്നുപോയത്. ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലേക്ക് ഉയരാനോ അപ്രതീക്ഷിതമായുണ്ടായ വലിയ ദുരന്തത്തെ നേരിടാനോ വിജയ്ക്ക് കഴിഞ്ഞില്ല. വിജയ് അവിടെ നിന്ന് അപ്പോൾ തന്നെ സ്വന്തം ജീവൻ രക്ഷിച്ച് പോവുകയായിരുന്നു. അതിനുശേഷം കരൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് പോയി. 2 ദിവസത്തിന് ശേഷമാണ് ആദ്യ പ്രതികരണം വരുന്നത്. 4 ദിവസത്തിന് ശേഷമാണ് ഒരു വീഡിയോ പുറത്തുവിടുന്നത്. അപ്പോൾ അതൊക്കെ വലിയ വീഴ്ചയായും വെറും നടനാണ് വിജയ് എന്ന് തെളിയിക്കുന്നതുമായിരുന്നു. വലിയ ആരോപണങ്ങൾ വിജയ്ക്ക് നേരിടേണ്ടി വന്നു. കോടതി പോലും വിജയുടെ ഈ പെരുമാറ്റത്തെ, ഉത്തരവാദിത്തമില്ലായ്മയെ അതിരൂക്ഷമായി വിമർശിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്ന് പുറത്തു വരുന്ന വിവരം, വിജയ് ഈ ദുരന്തത്തിൽപ്പെട്ടവരെ ഫോണിൽ വിളിച്ചു അവരോട് സംസാരിച്ചു എന്നതാണ്. കുടുംബാംഗങ്ങളുമായി, ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുമായി, പരിക്കേറ്റവരുമായി ഒക്കെ വിജയ് സംസാരിച്ചു എന്നതാണ്. നേരത്തെ തന്നെ TVKയുടെ ആളുകൾ ഇവരെ വിജയ് വിളിക്കുമെന്നും സംസാരിക്കുമെന്ന കാര്യം ധരിപ്പിച്ചിരുന്നു. വീഡിയോ കോളിലൂടെയാണ് വിജയ് ഇവരെ ബന്ധപ്പെട്ടത്. ഓരോരുത്തരോടും 15 മിനിറ്റിലധികം 15 മിനിറ്റോളം വിജയ് സംസാരിച്ചു എന്നതിൻ്റെ വിവരങ്ങളാണ് വരുന്നത്. അപ്പോൾ അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒപ്പമുണ്ടാകും എന്ന ഒരു ഉറപ്പ് ഓരോരുത്തർക്കും വിജയ് നൽകുകയും ചെയ്തു എന്നതാണ് മനസ്സിലാകുന്നത്. ഈ സ്ക്രീൻഷോട്ടുകൾ എടുക്കുകയോ അത് റെക്കോർഡ് ചെയ്യുകയോ പുറത്ത് വിടുകയോ ചെയ്യരുത് എന്ന അഭ്യർത്ഥന താരം നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രങ്ങളോ ഫോൺ സംഭാഷണങ്ങളോ മറ്റ് വിവരങ്ങളോ പുറത്തു വന്നിട്ടില്ല. പക്ഷേ വിജയുമായി ആശയവിനിമയം നടത്തിയ ഈ ദുരന്തത്തിൽപ്പെട്ടവരും ദുരന്തത്തിൽപ്പെട്ട് മരിച്ചവരുടെ ബന്ധുക്കളുമൊക്കെ നടത്തിയ പ്രതികരണത്തിലൂടെയാണ് ഇങ്ങനെ ഒരു ഇടപെടൽ താരത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നത്. പക്ഷേ കരൂരിലേക്ക് വിജയ് എത്തുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതകൾ നിലനിൽക്കുകയാണ്. അതിന് മാത്രം അവിടം പരുവപ്പെട്ടിട്ടുണ്ടോ, വിജയ് ഇനി അങ്ങനെ ഒരു പൊതു ഇടത്തിലെത്തി എല്ലാവരെയും കാണാനും സംസാരിക്കാനും ഒക്കെ പരുവപ്പെട്ടിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. എന്തായാലും വിജയ് ഒരു സ്റ്റെപ്പ് പിന്നോട്ടില്ല എന്നതിന്റെ സൂചന നൽകുന്നു. ഈ അപകടത്തിൽ പെട്ടുപോയവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നു, അവർക്കൊപ്പമുണ്ടാകും എന്ന ഉറപ്പ് വിജയ് നൽകുന്നു എന്നതാണ് ഇവിടെ കാണേണ്ടത്. അതൊരു തിരിച്ചുവരവിന്റെ സൂചനയാണോ? എല്ലാ പ്രതിസന്ധിയിൽ നിന്നും വിജയ് ഉയർത്തെഴുന്നേൽക്കുമോ എന്നതാണ് നമ്മുടെ ചോദ്യം. ഈ സാഹചര്യം എങ്ങനെയാണ് എന്നത് കൂടി നമ്മൾ കാണണം. ഇപ്പോൾ വിജയ്ക്കെതിരെ കേസെടുത്തിട്ടില്ല, ധൃതി പിടിച്ച് കേസെടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് DMK എത്തിയിരിക്കുന്നു. അത് MK സ്റ്റാലിന്റെ തന്നെ നിർദ്ദേശപ്രകാരമാണ് അത്തരമൊരു തിരക്കിട്ട നീക്കം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് DMK എത്തിയത് എന്നാണ് അറിയുന്നത്. കാരണം BJP ആ അവസരം മുതലെടുക്കും എന്ന വിലയിരുത്തൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തുകയും അതുകൊണ്ട് തന്നെ തിരക്ക് പിടിച്ച നടപടികളിലേക്ക് കടക്കേണ്ടതില്ല എന്ന ഒരു നിർദ്ദേശം MK സ്റ്റാലിൻ DMK യോഗത്തിൽ നൽകിയിട്ടുണ്ട് എന്നതാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു നീക്കം DMKയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തത്. BJP ഒരു തരത്തിലും ഈ അവസരം മുതലെടുക്കരുത് എന്ന ഒരു നിഷ്ഠ DMK സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് വളരെ കരുതലോടുകൂടിയാണ് DMK ഈ വിഷയത്തിൽ ഇടപെടുന്നത്. കോടതിയുടെ വിമർശനമാണ് വിജയെ സംബന്ധിച്ച് ഏറ്റവും തിരിച്ചടിയായിട്ടുള്ളത്. മനുഷ്യനിർമ്മിത ദുരന്തം എന്ന വാക്കാണ് കോടതി ഉപയോഗിച്ചത്. അപ്പോൾ സംഭവത്തിന്റെ ഉത്തരവാദി ആരാണ് എന്ന് കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വിജയ് സ്ഥലത്ത് നിന്ന് അപ്രത്യക്ഷമായതിനെ കോടതി അതിരൂക്ഷമായി വിമർശിച്ചു. ജനങ്ങളെ സഹായിക്കാനോ അവരെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാനോ ആരുമുണ്ടായില്ല എന്ന കാര്യം കോടതി ചൂണ്ടിക്കാട്ടി. പ്രത്യേക അന്വേഷണ സംഘത്തെ കോടതി നിയോഗിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ കോടതിയുടെ പരാമർശങ്ങൾ വിജയെ സംബന്ധിച്ച് മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും നീക്കങ്ങളോ അവരുടെ വിമർശനങ്ങൾക്കോ അപ്പുറത്തുള്ള ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ DMKയും ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ്. രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ച് സ്ഥിതി മോശമാക്കേണ്ടതില്ല എന്ന ഒരു നിഗമനത്തിലേക്കും ഏറ്റവും ബുദ്ധിപൂർവമായ നീക്കത്തിലേക്കുമാണ് DMK ഈ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നത്.
ഇത് ഗൂഢാലോചനയാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വിജയ് കോടതിയെ സമീപിച്ചിരുന്നത്. TVK കോടതിയെ സമീപിച്ചിരുന്നത്. അവിടെ കോടതിയിൽ നിന്ന് തിരിച്ചടി ഏൽക്കുന്നത് അവരെ സംബന്ധിച്ച് വളരെ തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യമാണ്. DMK ഏറ്റവും തന്ത്രപൂർവ്വം ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു. എന്താണ് BJPയുടെ നീക്കം എന്നതുകൂടി നമ്മൾ നോക്കണം. BJPയെ സംബന്ധിച്ച് TVKയെ ഒപ്പം നിർത്താനുള്ള നീക്കം BJP നടത്തുന്നുണ്ട്. ഒറ്റയ്ക്കാകില്ല എന്നൊരു ഉറപ്പ് വിജയ്ക്ക് നൽകിയിട്ടുണ്ട് BJPയുടെ മുതിർന്ന നേതാവ് എന്നതാണ് പുറത്തുവരുന്ന വിവരം. തമിഴ്നാടിനെ സംബന്ധിച്ച് BJPക്ക് ഒരുപാട് രാഷ്ട്രീയമായ പ്രതീക്ഷകൾ ഉള്ള ഇടമാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് എന്നത് BJP കരുതുന്നു. അവിടെ വിജയിയെ ഒപ്പം നിർത്താനാകുമോ എന്നതിൻ്റെ സാധ്യതകൾ BJP തേടുന്നുണ്ട്. അതിന് ഈ സാഹചര്യം ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്നതാണ് അവർ ആലോചിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ആശയവിനിമയങ്ങൾ നടന്നിട്ടുണ്ട് എന്നതാണ് കരുതുന്നത്. ചെറു പാർട്ടികളെ ഒപ്പം നിർത്തിയാൽ ഒരു പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൽ നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന ഒരു നിഗമനത്തിലേക്ക് BJP എത്തിയിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിധത്തിലുള്ള ആശയവിനിമയങ്ങൾ നടത്തുന്നത്. വിജയുടെ ജനപ്രീതി തങ്ങൾക്ക് വോട്ടർമാരെ സ്വാധീനിക്കാനും ഒരു പ്രധാന ശക്തിയായി തമിഴ്നാട്ടിൽ ഉയർന്നു വരാനും സഹായകമാകും എന്നത് BJP കരുതുന്നു. ആ സാഹചര്യം ഉപയോഗപ്പെടുത്താനാണ് BJP ശ്രമിക്കുന്നത്. മറ്റ് ചെറിയ ചെറിയ പാർട്ടികളിൽ നിന്ന് TVKയിലേക്ക് ആളുകളെ സമാഹരിക്കാൻ, ആളുകളെ എത്തിക്കാൻ വിജയ്ക്ക് കഴിയും എന്നത് BJP പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ TVKയെ ഒപ്പം നിർത്തിക്കൊണ്ട്, സഖ്യകക്ഷിയായോ മറ്റോ ഒപ്പം നിർത്തിക്കൊണ്ട് ഒരു നീക്കം നടത്താൻ പറ്റുമോ എന്നതാണ് BJP ഉദ്ദേശിക്കുന്നത്. എന്നാൽ AADMKയെ പിണക്കിക്കൊണ്ട് അത്തരമൊരു നീക്കത്തിലേക്ക് പോകാൻ BJP ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ AADMKയെ ഒപ്പം നിർത്തിക്കൊണ്ട് എന്ത് നീക്കുപോക്ക് ഇതിൽ സാധ്യമാകും എന്നതാണ് BJP തേടുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് വിജയിയെ സംബന്ധിച്ച് പരിതാപകരമാണ്. വിജയ് ഒരു നടൻ മാത്രമായി ചുരുങ്ങിപ്പോയ ദിവസങ്ങളാണ് കണ്ടത്. വലിയ പ്രതീക്ഷ TVKയുടെ പ്രഖ്യാപനത്തോടു കൂടി വിജയിലുണ്ടായിരുന്നു. വിജയെ അടുത്ത മുഖ്യമന്ത്രിയായി പോലും കണ്ട മനുഷ്യരുണ്ടായിരുന്നു. തമിഴ്നാടിനെ ഇനി നയിക്കാൻ പോകുന്നത് വിജയിയാണ് എന്ന് വിശ്വസിച്ചിരുന്ന നാട്ടുകാരുണ്ടായിരുന്നു. പക്ഷേ അവരുടെയൊക്കെ മുന്നിൽ വിജയ് വെറും നടൻ മാത്രമായി പോയതായിരുന്നു കരൂർ ദുരന്തം, അതിനുശേഷം നടന്ന സംഭവങ്ങളൊക്കെ സൂചിപ്പിച്ചത്. ഈ സാഹചര്യങ്ങളെ വിജയ് എങ്ങനെ നേരിടും എന്നതാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ വിജയ് നൽകുന്നത് ഒരു തിരിച്ചുവരവിന്റെ സൂചനയാണ്. ഈ അപകടത്തിൽപ്പെട്ട മനുഷ്യർ, അവർക്കൊപ്പം ഉണ്ടായിരുന്നവർ, അവരുടെ ബാക്കി വന്ന കുടുംബാംഗങ്ങൾ, അവരെ ഒപ്പം നിർത്തുക എന്നതിലാണ് വിജയ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിൽ തുടങ്ങി ഈ വലിയ ദുരന്തത്തിൽ നിന്ന് കരകയറാനുള്ള നീക്കങ്ങളാണ് വിജയ് ആലോചിക്കുന്നത്. അതിൽ വിജയ് BJPക്കൊപ്പം പോകുമോ, അതോ സ്വന്തമായി നിന്ന് പോരടിച്ച് ഈ കറ മായ്ച്ചു കളയാനുള്ള ശ്രമം നടത്തുമോ എന്നതാണ് അറിയേണ്ടത്. നമുക്കറിയാം, വിജയെ സംബന്ധിച്ച് BJPക്ക് കൈകൊടുത്താൽ പിന്നീട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എന്ത് പ്രസക്തി വിജയ്ക്കുണ്ടാകും എന്ന ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഇതുവരെ വിജയ് TVKയിലൂടെ പറഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധമായി പോകും. അപ്പോൾ അങ്ങനെ ഒരു ആത്മഹത്യാപരമായ തീരുമാനം വിജയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ഉപയോഗപ്പെടുത്തി വിജയിയെ ആ നിലയിൽ വരുതിക്ക് നിർത്താൻ BJPക്ക് കഴിയുമോ തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഉയരുകയാണ്. എന്തായാലും ഒരു തിരിച്ചുവരവിന്റെ സൂചന വിജയ് നൽകുമ്പോൾ എങ്ങനെയാകും വിജയുടെ ഇനിയുള്ള ഭാവി എന്നത് വലിയ ആകാംക്ഷ ഉണർത്തുന്ന കാര്യമാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തെ സംബന്ധിച്ചും വളരെ പ്രസക്തമാണ്. DMK ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ വലിയ പ്രാധാന്യത്തോടു കൂടിയും ഒപ്പം തന്നെ ജാഗ്രതയോടുകൂടിയും അതിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. 26 സേഫാണ് എങ്കിൽ പോലും മുന്നോട്ടുള്ള കാലത്ത് വിജയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള നീക്കം നടത്താൻ കഴിയുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അത് BJPക്കൊപ്പമായിരിക്കുമോ ഒറ്റയ്ക്കായിരിക്കുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണണം.